അപ്പൊ കൂലി കാണാൻ പോകുന്നില്ലേ? ഞാൻ കാണുന്നു ഡാഷ്ബോർഡ് റിവ്യൂ കാണുന്നു. എനിക്ക് അങ്ങനത്തെ പറഞ്ഞ വലിയ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ മാസ് മസാല പടമല്ലേ. അപ്പൊ താല്പര്യമില്ലാത്ത പടം കാണുമ്പോൾ നെഗറ്റീവ് റിവ്യൂ കൊടുക്കും. സിനിമ ഉണ്ട്, നല്ല ഫിലിമായിട്ട് തോന്നി. അങ്ങനെ പല നല്ല നല്ല സിനിമകളുണ്ട്. അല്ല, ഇപ്പൊ താല്പര്യമില്ലാത്ത സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ? പക്ഷെ ഭയങ്കര കോമഡിയാണ്. ഞാൻ പടം കണ്ടില്ല, പക്ഷെ നല്ല റെസ്പോൺസ് ആണല്ലോ. കേരളത്തിലാണെങ്കിൽ നല്ല റെസ്പോൺസ് ആണ്. ഹ്യൂമർ വളരെ മോശമാണ്. പക്ഷെ രവീന്ദ്രൻ പക്ഷെ അതൊരു തെലുങ്ക് പടമാണ്. തെലുങ്ക് പടമാണ് അത്. തെലുങ്ക് പടം മോഹൻലാൽ ജനതാ ഗാരേജ് ഡിഫറെന്റ് മൂവിയായിരുന്നു, കുറച്ച് നല്ല മൂവിയായിരുന്നു. തെലുങ്ക് മൂവീസ് ജനറലി മസാലയാണ്. അല്ല, അതുകൊണ്ടായിരിക്കും മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചത്. പക്ഷെ മലയാളത്തിൽ നല്ല രീതിയിൽ ഓടുന്നുണ്ട് പടം. ഹിറ്റാണ്, ആളുകൾക്ക് ആളുകളുടെ ആസ്വാദന നിലവാരം വളരെ താഴ്ന്നിരിക്കുകയാണ്. ഇപ്പൊ ഒരാഴ്ച മുമ്പേ കൂലിയുടെ ടിക്കറ്റ് പോയി ബുക്കായി. പണ്ട് രജനികാന്ത് പടം ഒന്നും കേരളത്തിൽ ഓടില്ലായിരുന്നു. കാരണം ബുദ്ധിപരമായ വ്യായാമം ഇല്ല പറഞ്ഞ രജനികാന്ത് പടം പണ്ട് ഓടില്ലായിരുന്നു. അല്ല, ഇതിപ്പോ രജനികാന്ത് മാത്രമല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലാണ് അമീർ ഖാൻ പോലെ ഫിലിം മേക്കർ എന്തിനാണ് രജനികാന്ത് പൊക്കി പറയാനാണ്. കാരണം രജനികാന്ത് പക്ക നല്ല മനുഷ്യനാണ്, നല്ല നടനുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈസ് ഓൺലി മാസ് ഹീറോ. അങ്ങനത്തെ ഒരാളെ അമീർ ഖാൻ എന്തിനാണ് ഇത്ര പൊക്കി പറയാനാണ് മനസ്സിലാവുന്നില്ല.